ഈ കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ എന്നോട് സാധാരണ ഇങ്ങനെ ചൂടാവുന്നല്ല. ഞങ്ങൾ തമ്മിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഇൻറ്റാനുവൽ പോകുന്ന ഒരാളാണ്. എന്നോട് പോലും ഈ പാവപ്പെട്ട എന്നോട് പോലും കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ ചൂടാകണമെങ്കിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ടല്ല ഈ പിന്നെ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ചില നിലപാടുകളുണ്ടാവും. ഞാൻ BJP അല്ല, ഞാൻ BJPയുടെ നിലപാടുകളെ അതിശക്തമായിട്ട് എതിർക്കുന്ന ആളാണ്. അതിപ്പോൾ എനിക്ക് കുഞ്ഞിക്കണ്ണൻ ചേട്ടനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഐക്യവേദിയുടെയോ RSSൻ്റെയോ സംഘപരിവാരത്തിൻ്റെയോ ഒരു നിലപാടിനോട് യോജിക്കുന്ന ആളല്ല. പക്ഷേ അരുണ, ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ 2018 ഈ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ അത് അമ്പലത്തിലെ കാര്യം അമ്പലംകാർക്കും അവരുടെ വിശ്വാസത്തിനും അവരുടെ അനുഷ്ഠാനത്തിനൊക്കെ വിട്ടുകൊടുക്കുന്നതാണ് ഭംഗി. അതാണ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന് തന്നെയാണ് ഞാൻ അന്നും എടുത്തിരിക്കുന്ന നിലപാട്. ആ നിലപാട് തന്നെയാണ് എനിക്കിന്നും ഉള്ളത്. അല്ലാതെ എനിക്ക് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നെങ്കിൽ ഉടനെ എന്നെ കൂട്ടിക്കെട്ടിയിട്ട് എൻ്റെ പൊന്നു കുഞ്ഞിക്കണ്ണൻ ചേട്ടാ അതിന് എന്നെ കിട്ടത്തില്ല. ദയവ് ചെയ്ത് ഞാൻ പറയാം, അതിന് വേറെ ആൾ കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ നോക്കിയാൽ മതി. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുക. അതുകൊണ്ട് നമുക്കിവിടെ എന്താ ചെയ്യാനുള്ളത്? എന്തിനാ ആവശ്യമില്ലാത്ത ഒരു സെക്കൻഡൂടെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തി ഉള്ള സമാധാനം എന്തിനു നശിപ്പിക്കണം? എൻ്റെ ചോദ്യം അതേ ഉള്ളൂ. സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ഇങ്ങനൊരു പരിപാടി വേണോ എന്നുള്ളതാണ് ചോദ്യം. Debate with Dr. Arun Kumar.